ശ്രീ വികാസ് ജാധവിന് കാലുകളിൽ വീക്കം, നടക്കുമ്പോൾ ശ്വാസതടസ്സം, ശരീരത്തിൽ ബലഹീനത എന്നിവ അനുഭവപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വയറ്റിൽ വളരെയധികം വെള്ളമടിഞ്ഞുകൂടിയിരുന്നതിനാൽ വയർ പൂർണ്ണമായും വീർന്നിരുന്നു. ഈ ലക്ഷണങ്ങളാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ദിനംപ്രതി വഷളാകുകയായിരുന്നു. പരിശോധന നടത്തിയപ്പോൾ റിപ്പോർട്ടുകളിലും ലിവറിനുമായി ബന്ധപ്പെട്ട നിരവധി പാരാമീറ്ററുകളിൽ പ്രശ്നങ്ങൾ കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ ലിവർ ഏകദേശം 85% മുതൽ 90% വരെ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ഒഴികെ മറ്റൊരു മാർഗവുമില്ലെന്ന് ഹെപ്പറ്റോളജിസ്റ്റ് അറിയിച്ചു. ഈ സാഹചര്യത്തിൽ അദ്ദേഹം മോഡേൺ ഹോമിയോപ്പതിയിൽ ചികിത്സ ആരംഭിക്കാൻ തീരുമാനിച്ചു. എൻ്റെ പേര് വികാസ് ജാധവ്. എൻ്റെ കാലുകളിൽ വീക്കമുണ്ടായിരുന്നു. വയർ വളരെ വലുതായിരുന്നു. കുറച്ച് നടന്നാലും ശ്വാസതടസ്സം അനുഭവപ്പെടുമായിരുന്നു. കൂടുതൽ നടന്നാൽ വളരെ ക്ഷീണവും ശ്വാസം മുട്ടലും അനുഭവപ്പെടുമായിരുന്നു. ആദ്യം ഞാൻ ചികിത്സ തേടിയിരുന്നു. പിന്നീട് ടെസ്റ്റ് നടത്തിയപ്പോൾ ബിലിറൂബിൻ ഉയർന്ന നിലയിലായിരുന്നു. രക്തക്കുറവുമുണ്ടായിരുന്നു. കൂടാതെ ഹീമോഗ്ലോബിനും കുറഞ്ഞിരുന്നു. ഇതോടൊപ്പം രക്തത്തിലെ മറ്റു പല പാരാമീറ്ററുകളും വളരെ താഴ്ന്ന നിലയിലായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഇവിടെ കൊണ്ടുവന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ ഹോമിയോപ്പതി ചികിത്സ ആരംഭിച്ചത്. 11 ജനുവരി 2025 സോണോഗ്രാഫി റിപ്പോർട്ട് പ്രകാരം ലിവറിൻ്റെ വലിപ്പം കുറഞ്ഞിരുന്നു. അതിൻ്റെ ഘടന അസമമായിരുന്നു. വയറ്റിൽ വളരെയധികം ഫ്ലൂയിഡ് വെള്ളം അടിഞ്ഞുകൂടിയിരുന്നു. 10 ഫെബ്രുവരി 2025 റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിൻ്റെ ബിലിറൂബിൻ നിലയിൽ വർധനവ് കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ബിലിറൂബിൻ 2.01 ആയിരുന്നു. ഡയറക്റ്റ് ബിലിറൂബിൻ 1.4 ആയിരുന്നു. കൂടാതെ SGOT 56.5 ആയിരുന്നു. ഇപ്പോൾ വയറ്റിലുണ്ടായിരുന്ന വെള്ളം കുറഞ്ഞിരിക്കുന്നു. ഭാരം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം സാധാരണ നിലയിലാണെന്ന് തോന്നുന്നു. എന്നെ മോഡേൺ ഹോമിയോപ്പതിയിൽ കൊണ്ടുവന്നു. അവിടെ ഞാൻ ഹോമിയോപ്പതി മരുന്നുകൾ കഴിച്ചു. ഇപ്പോൾ എനിക്ക് ഏകദേശം 90% പുരോഗതി ഉണ്ടായിട്ടുണ്ട്. എൻ്റെ റിപ്പോർട്ട്സ് ഇപ്പോൾ സാധാരണ നിലയിലാണ്. കൈകളിലെയും കാലുകളിലെയും വീക്കം പൂർണ്ണമായും കുറഞ്ഞു. ഇപ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് അനുഭവപ്പെടുന്നു. മോഡേൺ ഹോമിയോപ്പതിയിൽ ചികിത്സ ആരംഭിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി കാണാൻ തുടങ്ങി. ക്രമമായ ചികിത്സയിലൂടെ ശരീരത്തിലെ വീക്കം കുറഞ്ഞു. വയറ്റിലുണ്ടായിരുന്ന വെള്ളം പൂർണ്ണമായും കുറഞ്ഞു. ആരോഗ്യനില വീണ്ടും സ്ഥിരത കൈവരിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് ലിവർ ട്രാൻസ്പ്ലാന്റ് ആവശ്യമില്ലെന്ന് ഹെപ്പറ്റോളജിസ്റ്റ് അറിയിച്ചു. 9 ജനുവരി 2026 സോണോഗ്രാഫി റിപ്പോർട്ട് പ്രകാരം വയറ്റിലും പെൽവിസിലുമുള്ള ഫ്ലൂയിഡിൻ്റെ അളവ് മുൻപത്തേതിനെ അപേക്ഷിച്ച് വളരെ കുറവായിട്ടുണ്ട്. 10 മാർച്ച് 2026 റിപ്പോർട്ട്സ് പ്രകാരം അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ബിലിറൂബിൻ 0.95 ആയി കുറഞ്ഞു. ഡയറക്റ്റ് ബിലിറൂബിൻ 0.48 ആയി കുറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ലിവർ സിർഹോസിസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ തീർച്ചയായും മോഡേൺ ഹോമിയോപ്പതിയെ ബന്ധപ്പെടണം.